ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ അമ്പാടിയാകാനൊരുങ്ങി നാടും നഗരവും. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും ഒന്നാകെ. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ, തൃശ്ശൂരിൽ നിന്നും പറമേക്കാവിൽ നിന്നും മിഥുൻ മുരളി, പാലക്കാട് നഗരത്തിൽ നിന്ന് അരുൺ ആലത്തൂർ, കൊച്ചി പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക്. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നിമിഷങ്ങൾ മാത്രമാണ് നാടും നഗരവും തെരുവ് വീഥികളൊന്നാകെയും രാധയും കൃഷ്ണനും ഒക്കെ കീഴടക്കാൻ വേണ്ടി ആ നിറങ്ങളോടെ, ആർഭാടങ്ങളോടെ, ആ മനോഹര കാഴ്ചകൾക്ക്, സമോഹരമായ കാഴ്ചകൾക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ കാഴ്ചകൾ ഓരോന്നും കൺകുളിർക്കെ കാണാൻ. ഇത്രത്തോളം ഒരുക്കങ്ങൾ അവസാനവട്ടത്തിലാണ്. കെ പി പറഞ്ഞതുപോലെ തന്നെ വലിയ ആഘോഷത്തിന്റെ മഹാശോഭയാത്രയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അത് ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. കുട്ടികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ ഇതിനു മുമ്പുള്ള നമ്മുടെ ലൈവിൽ അവർ ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു. കുട്ടികളെല്ലാം അവരെ ഒരുക്കാൻ മാതാപിതാക്കളും രക്ഷകർത്താക്കളും എല്ലാം അതിന്റെ തിരക്കിലും സംഘാടകരും എല്ലാം കുട്ടികളെ അത് ഒരുങ്ങുകയെല്ലാം ചെയ്യുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മുഴുവനായും കുട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. അവരുടെ അണിനിരത്തിയിരിക്കുന്നു. ഇത് ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള കുട്ടികളാണ്. ഇതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾ ശോഭയാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുന്നു. അവർ പൂർണ്ണമായും തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടികൾ അതിൻ്റെ ഒരു വലിയ ആഹ്ലാദത്തിലാണ്. ഏറ്റവും ചെറിയ കുഞ്ഞു ഉണ്ണിക്കണ്ണൻ മുതൽ മറ്റ് നിരവധി കണ്ണന്മാരും ഗോപികമാരും എല്ലാം തന്നെ ഒരു ഇതിൻ്റെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശോഭയാത്രകൾ നേരത്തെ കെ പി പറഞ്ഞതുപോലെ നാടും നഗരമാകെ അമ്പാടിയാക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പാട്ടുപാടാനും എല്ലാം തയ്യാറായി നിരവധി കുട്ടികളുണ്ട്. നേരത്തെ കുട്ടി മോള് നേരത്തെ പാടാൻ വേണ്ടി നോക്കിയതായിരുന്നു. അന്നേരത്തേക്ക് സമയം കഴിഞ്ഞു. ഒന്ന് പാടാവോ കണ്ണന്റെ ഒരു പാട്ട്? ഒന്ന് പാടിയ നമുക്ക്. എനിക്കെൻ്റെ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കണ്ണ എനിക്കെൻ്റെ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ കൃഷ്ണ എന്തേ നീ കൃഷ്ണ എന്തു കണീർന്നു പാവമേ കൂപ്പി. സൂപ്പർ, നന്നായിട്ടുണ്ട്. മോള് നേരത്തെ എന്തോ പറയണമെന്ന് പറഞ്ഞു. എന്താ പറയണമെന്ന് പറഞ്ഞത്? ഞാൻ 10 വർഷമായി, ഇപ്പൊ എനിക്ക് 10 വയസ്സായി. അതിൽ 3 വർഷം ഞാൻ കൃഷ്ണൻ, ബാക്കി ഞാൻ രാധ. എനിക്ക് വളരെ ഇഷ്ടമാണ് രാധയാവാൻ. ഇനിയുള്ള എനിക്ക് രാധയാവാൻ ആഗ്രഹമുണ്ട്. ഇനി രാധയാവാൻ ആഗ്രഹം. 3 തവണ കൃഷ്ണനായി. മടിയിലൊരു ഉണ്ണിക്കണ്ണൻ. അതായത് ഇതെന്റെ അനിയത്തിയാണ്. 2 വർഷമായിട്ടുള്ള കൃഷ്ണനായി. ശരി. അതെ, ഈ കെ പി അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികൾ എത്രമാത്രം ആവേശത്തോടെയാണ് അതിന്റെ ഭാഗമായി മാറുന്നത്. അവർക്ക് ഈ വേഷം ധരിച്ച് ഉണ്ണിക്കണ്ണന്മാരായി അവരുടെ ആരാധ്യ പുരുഷനൊപ്പം അല്ലെങ്കിൽ രാധയായി എല്ലാം തന്നെ വേഷപ്പകർച്ചയിലേക്ക് പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സന്തോഷമുണ്ടാക്കുന്നത് തന്നെയാണ്. ആ പാൽപുഞ്ചിരികളിൽ, ആ കൊഞ്ചലുകളിൽ എല്ലാം തന്നെ ആ ഒരു ലാളിത്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആവേശകരമായ മഹാശോഭയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. ഓരോ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം എത്ര കണ്ടാലും നമുക്ക് കൊതിവരാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലേ? ആ കുഞ്ഞുങ്ങളുടെ ആ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയും അവരുടെ ആ നിഷ്കളങ്കമായ ഭാവങ്ങളൊക്കെയും ആരെയും ഒന്ന് ആകർഷിക്കും. ഇനി അവരൊക്കെയും ഒന്നാകെ ഇങ്ങനെ ഒരുമിക്കുമ്പോൾ, അത് കൃഷ്ണനും രാധയും ഒക്കെയായി ഒന്നിക്കുമ്പോൾ അത് അത്രത്തോളം മനോഹരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പാവക്കുളം മഹാദേവ ക്ഷേത്ര പരിസരത്തിലാണ് ജിജീഷ് കരുണാകരൻ ഉള്ളത്. അവിടെ ഈ ശോഭയാത്ര ഏകദേശം എത്ര മണിക്ക് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കെ പി, ഇവിടെ നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള മഹാശോഭയാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ കുട്ടികളടക്കം എറണാകുളം ടൗൺ ഹാൾ പരിസരത്തേക്കാണ് അവർ പോവുക. അതിനുശേഷം ടൗൺ ഹാളിൽ നിന്ന് ഒരു ശോഭയാത്ര ആരംഭിക്കുന്നു. ഒപ്പം തന്നെ TD അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും പരമാര ക്ഷേത്രത്തിൻ്റെ പരമാര ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും അടക്കം നിരവധി 5 ശോഭയാത്രകൾ ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്രത്തിൽ സമാപിക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്.
പറയുന്നത്. ഇത് ജോസ് ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആ ഒരു നഗരവീഥികളാകെ നിറഞ്ഞ ആ ഒരു അമ്പാടി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും എല്ലാം തന്നെ അവരുടെ നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന, അവരുടെ പിഞ്ചുപാദങ്ങളാൽ ധന്യമായി മാറുന്ന ആ വീഥികളായി മാറും എന്നത് തന്നെയാണ് നമുക്ക് മുൻ വർഷങ്ങളിലെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ആ കാഴ്ചകൾ, അനുഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഓരോ വർഷവും ഈ ഒരു ഇത് കൃത്യമായി തന്നെ ആവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ ഈ റോഡിന്റെ ഇരുഭാഗത്തും ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഹാശോഭയാത്ര കടന്നു പോകുന്ന വഴികളിൽ എല്ലാം തന്നെ MG റോഡിന്റെ ഭാഗങ്ങളിലടക്കം എല്ലായിടത്തും തന്നെ ആളുകൾ അതിന്റെ പൂർണ്ണമായും തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇവിടെ നിന്ന് കുട്ടികളെ അല്പസമയത്തിനകം തന്നെ ടൗൺ ഹാൾ പരിസരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കുട്ടികളൊക്കെ ഒരുക്കിയില്ലേ? എങ്ങനെ എല്ലാ വർഷം വരാറുണ്ടോ? ഒരിക്കൽ ഇതിപ്പോ അവൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. 1.5 മാസമായിട്ടുള്ളൂ. എത്രയാ? 1.5 മാസം. ഓ ശരി ശരി. എന്താ പേര്? അദ്ദിറാം. അദ്ദിറാമിനെയാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ ഏറ്റവും കുഞ്ഞ് കണ്ണനായി ഈ ദൃശ്യങ്ങളിലുടനീളം തന്നെ കണ്ടത്. അദ്ദിറാം അടക്കമുള്ള കുഞ്ഞുങ്ങൾ ഇനി കൃഷ്ണ വേഷങ്ങളില്ലാതെ മറ്റൊരു ഉണ്ണിക്കണ്ണൻ കൂടി അതിനടുത്തൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച. അത് അടുത്ത് നിന്ന് ഈ ഉണ്ണിക്കണ്ണൻ അടുത്തെല്ലാം നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ ഭാഗമായി മാറുക എന്നത് തന്നെ വലിയ ഒരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത്രയധികം മനസ്സിനെ പാകപ്പെടുത്താൻ അല്ലെങ്കിൽ മനസ്സ് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് തുള്ളിച്ചാടുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇത് കാണുന്ന ഓരോ ആളുകളും. അത് പ്രേക്ഷകനാണെങ്കിലും ഒപ്പം തന്നെ ഈ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയുടെ ഭാഗമായി മാറുന്ന ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ ആ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികൾ അവരെ ശ്രീകൃഷ്ണനാക്കി വേഷം ധരിപ്പിക്കുക എന്നത് ഏതെങ്കിലും ഒരു വഴിപാട് അല്ലെങ്കിൽ ദൈവ നിശ്ചയം എന്നതിന് അപ്പുറം അമ്പാടിയാക്കിക്കൊണ്ട് നഗരവീഥികളെ അമ്പാടിയാക്കുന്നതിന്റെ ഭാഗമായി ഓരോരുത്തരും മാറുന്നു എന്നത് തന്നെയാണ് ആ കാഴ്ചകൾ നമുക്ക് നൽകുന്ന ആ ഒരു കാഴ്ചാസുഖം അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത്. എല്ലാം തന്നെ അത് തന്നെയാണ്. ഈ നഗരവീഥികളാകെ നമ്മൾ സാധാരണ പറയുന്ന നഗരവീഥികളാകെ തന്നെ ഉണ്ണിക്കണ്ണന്മാർ അവരുടെ ചിലങ്ക നാദങ്ങൾ തന്നെ അത് നിറഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ മുഖരിതമാകുന്ന കാഴ്ചയ്ക്കാണ് അല്പസമയത്തിനകം കൊച്ചി നഗരവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ തൃപ്പൂണിത്തുറയിലും ഇടപ്പള്ളിയിലും എല്ലാം തന്നെ ശോഭയാത്രകൾ, നിരവധി ശോഭയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ മഹാശോഭയാത്ര വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഗമിക്കുന്ന മഹാശോഭയാത്ര തൃപ്പൂണിത്തുറയിൽ അതിനുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടികളെ ഒരുക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടപ്പള്ളി ഭാഗങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രകൾ അവിടെ സംഗമിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ഒരുങ്ങിക്കഴിഞ്ഞോ? അവിടെ സമ്മതിക്കുന്നില്ല. ഏതാണ്ട് ഒരു ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇനി പീലി അതൊക്കെ വെച്ചു കൊടുത്താൽ മതി. ആണോ? പൂർണ്ണമായും തന്നെ അവരെല്ലാവരും ഇതിന്റെ ഒരുക്കങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഹ്ലാദ നിമിഷത്തിലേക്ക് തന്നെയാണ്. ഏതെങ്കിലും ഉണ്ടോ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളത്? പറഞ്ഞോ. എല്ലാ വർഷവും ഒരുക്കാൻ വരാറുണ്ടോ? ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ആദ്യമായിട്ടാണ് കുട്ടികൾ വന്നിട്ടുണ്ടോ? എന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ശ്രീകൃഷ്ണൻ ഏത് ശോഭയാത്രകൾ കാണാറുണ്ടോ? കാണാറുണ്ട്, ഇഷ്ടമാണ്. എല്ലാ വർഷം ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ വർഷമാണ് സാധിച്ചത്. KP നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൃഷ്ണനായി വേഷം ധരിപ്പിക്കുക, ബാലഗോകുലത്തിന്റെ ശോഭയാത്രകളുടെ ഭാഗമാക്കി തങ്ങളുടെ കുട്ടികളെ മാറ്റുക എന്നത് തന്നെ വലിയ ഒരു നന്മയായും പുണ്യമായും ആണ് രക്ഷാകർത്താക്കളെല്ലാം തന്നെ കരുതുന്നത്. മുൻ വർഷങ്ങളിൽ ഇതിന്റെ ഭാഗമാകാൻ കഴിയാത്ത ആളുകൾ അവരെ ഈ തവണ കുഞ്ഞുങ്ങളെ കൃഷ്ണവേഷം ധരിപ്പിച്ചുകൊണ്ട് ഈ മഹാശോഭയാത്രയുടെ ഭാഗമാക്കി മാറ്റുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, എത്ര കണ്ടാലും മുറിവരാത്ത മനോഹര കാഴ്ചകൾ കൂടുതൽ വർണ്ണാഭമാകുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കാരണം വിവിധ മേഖലകളിൽ നിന്നുള്ള ഈ ശോഭായാത്രകൾ നാടിനെയും നഗരത്തെയും അത്രത്തോളം വർണ്ണാഭമാക്കി, വർണ്ണശബളിതമാക്കി, നാടും നഗരവും ഒന്നാകെ ആ ഒരു വൃന്ദാവനവും അമ്പാടിയുമാക്കി ഒന്നുചേരുന്ന ആ മനോഹര കാഴ്ചകളിലേക്ക് ഇനി ഏതാനും നിമിഷത്തിൻ്റെ ആ ഒരു ദൂരം മാത്രം. ഇപ്പോൾ അവസാനവട്ട ഒരുക്കത്തിലാണ്. ജിജിലേക്ക് എത്താം. ഇപ്പോൾ പ്രജിത് മോഹനും കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ ആ സമീപത്താണ് ഉള്ളതെന്ന് തോന്നുന്നു. നേരത്തെ അവിടെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും അവിടെ തന്നെയാണോ? എത്രത്തോളം ഒരുക്കങ്ങളാണ് അവസാന ഘട്ടത്തിലായിരിക്കുന്നത്?
ഇപ്പം ഞാനിപ്പോൾ അവസാനവട്ട ക്രമീകരണങ്ങളൊക്കെ ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയത്തിനകം കൂടുതൽ കൃഷ്ണന്മാരൊക്കെ എത്തി തുടങ്ങും. കുറച്ച് കൃഷ്ണന്മാരൊക്കെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. കൃഷ്ണന്മാരും ഗോപികമാരും രാധമാരും ഒക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വരകളങ്ങളിൽ നിന്നായി ഈ വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, പ്രത്യേകിച്ച് ഉപനഗരങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടി വാഹനങ്ങളിൽ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സ്വല്പം വെയിൽ താഴ്ന്നിട്ട് മാത്രമായിരിക്കും ഇവിടെ നിന്നും ശോഭയാത്ര ആരംഭിക്കുക. കാരണം നല്ല വെയിലുണ്ട്. റോഡിലൂടെയാണ് കുട്ടികളൊക്കെ പോകേണ്ടത്. അപ്പോൾ ചിലരൊക്കെ ചെരുപ്പുകളും ധരിക്കില്ല. അപ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അല്പം വെയിൽ താഴ്ന്നിട്ട് മാത്രമായിരിക്കും ഈ ശോഭയാത്ര ആരംഭിക്കുക. ഇപ്പോൾ കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു രാധാവേഷം ധരിച്ചൊരു പെൺകുട്ടിയെ നമുക്ക് കാണാം. അങ്ങനെ നിരവധി ആളുകൾ കൃഷ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും ഒക്കെ വസ്ത്രമണിഞ്ഞ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പ സമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. 4:30 ഘോഷയാത്രകളൊക്കെ ആരംഭിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ സംഘാടകരൊക്കെ പറയുന്നത്. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ് ഇവിടുത്തെ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പല നഗരത്തിൽ നിന്നുള്ള, അതായത് ഏതാണ്ട് 7ഓളം നഗരത്തിൽ നിന്നുള്ള പ്രവേശധാരികൾ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ ശോഭായാത്രകളൊക്കെ ആരംഭിക്കുക. ഇവിടെ നിന്നെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, വേര് സാധനത്തോടെയായിരിക്കും കുട്ടികളുമായി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഈ കൃഷ്ണവേഷമൊക്കെ മണിക്കുന്നവരെ കാണാൻ കഴിയും. അത് നേരത്തെ തന്നെ ഇവിടെ വന്നു നിൽക്കുന്നവരാണ്. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഈ ഘോഷയാത്ര നഗരങ്ങളിൽ നിന്ന് കൃഷ്ണവേഷങ്ങളും ഫ്ലോട്ടുകളും കുട്ടികളും ഒക്കെ ഉള്ളവരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ശോഭായാത്രകൾ ആരംഭിക്കുന്നത്. ഈ ശോഭായാത്രയുടെ ഒരു പ്രധാനപ്പെട്ട സംഖ്യ എന്ന് പറയുന്നത് ഈ വരുന്ന നഗരങ്ങളിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 7ഓളം നഗരങ്ങൾ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ പറഞ്ഞാൽ പാപ്പനംകോട്, ആറ്റുകാൽ, പത്മനാഭ, ശംഖുമുഖം, പേരൂർക്കട, വട്ടിയൂർക്കാവ്, പത്മനാഭ, ശംഖുമുഖം, പേരൂർക്കട, വട്ടിയൂർക്കാവ്, പൂജപ്പുര തുടങ്ങിയിട്ടുള്ള 7 നഗരങ്ങൾ ചേർന്നാണ് ഈ മഹാനഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ പാളയത്ത് നിന്നും പഴവങ്ങാടി വരെയുള്ള ഘോഷയാത്രയായി പോകുക. അതിനുശേഷം മറ്റ് 2 സ്ഥലങ്ങളിൽ തിരുവല്ലത്തും കഴക്കൂട്ടത്തും അവിടെ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. 5 മണിയോടെ ഈ പ്രദേശത്ത് നിന്നും, അതായത് ഈ പാളയം ജംഗ്ഷനിൽ നിന്നും പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വരെ ഉത്തരക്കണ്ട മൈതാനത്താണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി ഉള്ളത് എന്നുള്ളതാണ്. ഈ ഘോഷയാത്രാ ചടങ്ങുകൾ അപ്പോഴേക്കും അവിടെ വരെ നീളും. അതിനുള്ളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരത്തിലെ ഘോഷയാത്ര എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണന്റെ ഘോഷയാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ വലിയ ഘോഷയാത്രാ പരിപാടികളിലൊന്നാണ്. കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെയാണ് എല്ലാ കൊല്ലവും കൂടുതൽ കൃഷ്ണവേഷധാരികൾ പങ്കെടുക്കാറുള്ളത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, ബാലഗോകുലത്തിൻ്റെ തന്നെ വിവിധ കേന്ദ്രങ്ങളുടെയും യൂണിറ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃഷ്ണവേഷധാരികളെ ഒരുക്കുന്നുണ്ട്. നമ്മൾ അല്പം മുൻപ് ശ്രീകണ്ഠേശ്വരത്തെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിൽ കൃഷ്ണവേഷം ധരിക്കുന്ന കുട്ടികളുടെ അവിടെ ഒരുക്കങ്ങളുടെ ചടങ്ങുകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും 4:45 എന്നുള്ളൊരു സമയമാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത്. അപ്പോഴേക്കും കാര്യപരിപാടികൾ ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയൊക്കെ പ്രതിനിധികൾ എന്നിവരൊക്കെ പങ്കെടുക്കുന്ന ഒരു കാര്യപരിപാടി ചടങ്ങായിരിക്കും. അത് ജോർജ് കുര്യനൊപ്പം ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം സംസ്ഥാന സംഘടനാ കാര്യദർശി രഞ്ജുകുമാർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം കൈകാറും. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻകുമാർ ഗോകുല പതാക കൈമാറി ഇതിൻ്റെ അതിനുശേഷമായിരിക്കും ഈ ഘോഷയാത്ര ആരംഭിക്കുക. ഇത്തവണത്തെ ഘോഷയാത്രയുടെ സന്ദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ സന്ദേശമായി കാണുന്നത്. അതായത് ജനിച്ച മണ്ണിൻ്റെയും നമ്മുടെ സനാതനമായ ധർമ്മത്തെയും അതിനെയും പിറന്നാടിനെയും സംരക്ഷിക്കേണ്ട ബോധ്യം കൂടി കുട്ടികളിലേക്ക് പകരുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കാലാകാലങ്ങളായി ബാലഗോകുലം കേരളത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളൊക്കെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ പുതിയ ഭാരതത്തിന്റെ ഒരു വളർച്ചയിലും ഒക്കെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ദിശാസൂചികയായി മാറിയത് ബാലഗോകുലമാണ് എന്നുള്ളതിൽ തർക്കമില്ല. വലിയൊരു സാംസ്കാരിക പരിവർത്തനത്തിന്റെ വലിയ മഹത്തായ മാതൃകയാണ് ബാലഗോകുലം എന്ന് പറയുന്നത്. അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, അങ്ങനെ സജീവമായി തന്നെ ബാലഗോകുലം ഒരുങ്ങുകയാണ്. ബാലഗോകുലത്തിൻ്റെ എല്ലാ വർഷത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ശ്രീകൃഷ്ണ ജയന്തി ദിനം മാറിയതും അങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ മുഴുവൻ ആളുകളിലും, അല്ലെങ്കിൽ
പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ. വലിയ ജനാവലി തന്നെയാണ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ നഗരം മുഴുവൻ വലിയ ജനസാഗരമായി മാറും. കാരണം അത്രത്തോളം ജനങ്ങളാണ് ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഓരോ പ്രദേശത്തിൽ നിന്നും, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് ഒഴുകിയെത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം എല്ലാ കുട്ടികളൊക്കെയും ഒരുങ്ങിക്കഴിഞ്ഞു. പലയിടങ്ങളിലും ഇപ്പോൾ ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. പ്രജിത്ത് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ വെയിലൊന്ന് താഴാൻ അല്ലെങ്കിൽ ഈ ചൂടൊന്ന് കുറയാനുള്ള ഒരു കാത്തിരിപ്പ്, അതിനുശേഷം ഈ മഹാശോഭയാത്രകൾ ഒരുമിക്കും, അല്ലെങ്കിൽ ആ ഒരു വർണ്ണാഭമായ ശോഭയാത്രകൾ ആരംഭിക്കും അല്ലേ? അല്പസമയത്തിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക, അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രി അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഇങ്ങോട്ടേക്ക് എത്തും. ഒപ്പം തന്നെ അതേ സമയത്ത് തന്നെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകളും ഇങ്ങോട്ടേക്ക് എത്തും. ഘോഷയാത്രകളായിട്ടല്ല, വിവിധ നഗരങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഈ പാളയം മുതൽ ഏതാണ്ട് അങ്ങ് PMG വരെയോ അതായത് ആ വരികളായി ഒരു വാഹിനികൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് നിരത്തി നിർത്തും. അതിനുശേഷമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് മുൻപ് ഈ കാര്യപരിപാടി ഉണ്ടാകും. ഈ കാര്യപരിപാടി ഉദ്ഘാടനം നടത്തുന്നത് കേന്ദ്ര മന്ത്രി ജോർജ് കുര്യനാണ്. അതിനുശേഷമാണ് ഘോഷയാത്ര ആരംഭിക്കുക. പിന്നീട് തിരുവനന്തപുരത്തിന്റെ നഗരവീഥികൾ അമ്പാടിയായി മാറുന്ന കാഴ്ച, മനോഹരമായ കാഴ്ച. ആയിരക്കണക്കിന് കൃഷ്ണവേഷധാരികൾ, രാധാ ഗോപികമാർ, അവരൊക്കെ ഇങ്ങനെ അണിയണിയായ നീങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ കുസൃതികൾ കാണാൻ കഴിയും. പലപ്പോഴും ചെലുങ്ങലുകളും പിണക്കങ്ങളും ഒക്കെ ഇതിനിടയിൽ കാണാൻ കഴിയും. ചെറിയ വഴക്കടിലുകളും ഒക്കെ, കൃഷ്ണന്മാരുടെയൊക്കെ പിണക്കങ്ങളും ഒക്കെ ഇതിനിടയിൽ ഒരുപാട് കാണാൻ കഴിയും. അങ്ങനെ പല പല ദൃശ്യങ്ങൾ ദേശിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ഘോഷയാത്രകളിലും കൃഷ്ണന്മാരുടെയൊക്കെ കൃതികളൊക്കെ പലപ്പോഴും നമ്മൾ ദൃശ്യങ്ങളായി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പതിനായിരക്കണക്കിന് കൃഷ്ണവേഷധാരികൾ, രാധാഗോപികമാർ എല്ലാവരും അണിനിരന്നുള്ള ഘോഷയാത്ര. അതിനെയാണ് പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. നമ്മുടെ കൺമുന്നിലൂടെ ഈ കൃഷ്ണനും രാധയും ഒക്കെ കടന്നു പോകുമ്പോൾ അതൊരു അമ്പാടിയാണോ, അതൊരു മനോഹരമായ അത്തരത്തിലുള്ള ഒരു അഭൗമികമായ കാഴ്ചയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ആ കാഴ്ചകൾക്കുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഈ ശോഭയാത്രകൾ ആരംഭിക്കും.